ഈ പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് വെച്ചാലേക്ക് സ്വാഗതം. ഇന്നലെ 22-ാം തീയതി ശനിയാഴ്ച ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റ് പരമ്പര തുടങ്ങിയിരുന്നു. ഗുവാഹട്ടി വെച്ചായിരുന്നു കളി നടന്നിരുന്നത്. ആദ്യ ദിവസം കഴിയുമ്പോൾ സൗത്ത് ആഫ്രിക്ക 248-6 എന്ന സിറ്റുവേഷനിലാണ് ഇരുന്നത്. നോക്കുമ്പോൾ സമം ആയിട്ടാണ് കളി പോകുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഫൈറ്റ് ബാക്ക് നമുക്ക് കാണാതിരിക്കാൻ സാധിക്കുകയില്ല. അവസാന സെക്ഷനിൽ ഇന്ത്യ അവരുടെ 4 വിക്കറ്റാണ് എടുത്തിരുന്നത്. അടുത്ത 2 സെക്ഷൻ കഴിഞ്ഞപ്പോൾ കളി മുഴുവനായിട്ടും തന്നെ സൗത്ത് ആഫ്രിക്കയുടെ കയ്യിലായിരുന്നു. എന്നാൽ പോലും കളി കഴിഞ്ഞപ്പോൾ സമം കഴിയാൻ ഇന്ത്യ അവസാന സെക്ഷനിൽ എടുത്ത 4 വിക്കറ്റ് കാരണം കളി ഇപ്പോൾ സമനിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. 3 വിക്കറ്റ് എടുത്ത കുൽദീപാണ് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിരിക്കുന്നത്. അവർക്ക് വേണ്ടി ടോപ്പ് സ്കോററായി ട്രിസ്റ്റൻ സാംസൺ 3-ാം നമ്പറിൽ ഇറങ്ങി 49-ൽ ഔട്ട് ആവുകയായിരുന്നു. പുതിയ ക്യാപ്റ്റനായ ഋഷഭ് പന്ത് അദ്ദേഹം കുൽദീപ് യാദവിനെ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. കുൽദീപ് യാദവിൻ്റെ ബോളിംഗ് ഈ പിച്ചിലൊക്കെ നല്ല ഉപയോഗപ്പെടുത്താണ്. അദ്ദേഹം ഋഷഭ് പന്ത് നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. കുൽദീപ് അങ്ങനെ 3 വിക്കറ്റും എടുത്തിട്ടുണ്ട്. ക്രൂഷ്യലായ മെയിനായ 3 വിക്കറ്റാണ് കുൽദീപ് എടുത്തിരിക്കുന്നത്. ഇന്നലെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു റെക്കോർഡാണ് തുറന്നത്. ആദ്യ ദിവസം കഴിഞ്ഞ് ഒരു ടീം ഓൾ ഔട്ട് ആവാതെ 250 സ്കോർ എടുത്തിട്ടും ഒരാൾ പോലും 50 എടുത്തിട്ടില്ല. അവരുടെ 6 ബാറ്റ്സ്മാൻമാർ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 6 പേരും 50 എടുത്തിട്ടില്ല. ടോപ്പ് സ്കോററായ ട്രിസ്റ്റൻ സാംസൺ 49-ൽ ഔട്ട് ആവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇന്ന് രണ്ടാം ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര് വേണമെങ്കിലും ജയിക്കാം. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിവരങ്ങളുമായിട്ട് ഡേ ടു ഡേ അപ്ഡേറ്റുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്.